ഉത്തർപ്രദേശിലെ ഹത്രാസിൽ പിക്കപ്പ് വാൻ കണ്ടെയ്നറുമായി കൂട്ടിയിടിച്ച് 7 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഹത്രാസിലെ മധുര കാസ്ഗഞ്ച് ഹൈവേയിലാണ് സംഭവം. സംഭവത്തിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അനുശോചനം രേഖപ്പെടുത്തി. പഞ്ചാബിലെയും ഹരിയാനയിലെയും 9 സ്ഥലങ്ങളിൽ ദേശീയ അന്വേഷണ ഏജൻസി തിരച്ചിൽ നടത്തി. മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘങ്ങളും തീവ്രവാദ ഗ്രൂപ്പുകളും തമ്മിലുള്ള അവിശുദ്ധ ബന്ധം തടയാനുള്ള ഏജൻസിയുടെ ശ്രമങ്ങളെ തുടർന്നാണിത്. തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് സഹായകരമെന്ന് സംശയിക്കുന്ന വ്യക്തികളെയും ശൃംഖലകളെയും തകർക്കുക എന്നതാണ് റെയ്ഡിന്റെ ലക്ഷ്യം. ഗീതാ ജയന്തി ദിനാഘോഷത്തോടനുബന്ധിച്ച് ഭഗവത്ഗീത പാരായണത്തിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൽ മധ്യപ്രദേശ് സർക്കാർ. 5000-ലധികം ആചാര്യന്മാർ ഭോപ്പാലിലും ഉജ്ജയിനിയിലും നടക്കുന്ന സംസ്ഥാനതല പരിപാടിയിൽ ഗീതയുടെ 3-ാം അധ്യായമായ കർമ്മയോഗം പാരായണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി മോഹൻ യാദവ് അറിയിച്ചു. ഈ മാസം 8-ന് ആരംഭിച്ച ഗീതാ മഹോത്സവം നാളെ സമാപിക്കും. ഇതിന്റെ ഭാഗമായി ഭഗവത്ഗീതയെ അടിസ്ഥാനമാക്കിയുള്ള വിവിധ പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. രാജസ്ഥാനിലെ ദൌസയിൽ കുഴൽക്കിണറിൽ വീണ 5 വയസ്സുകാരനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. തിങ്കളാഴ്ചയാണ് കുട്ടി കുഴൽക്കിണറിൽ വീണത്. പൈലിംഗ് റിഗ് മെഷീൻ ഉപയോഗിച്ച് കുഴൽക്കിണറിന് സമീപം 150 അടി താഴ്ചയുള്ള തുരങ്കം കുഴിക്കാനുള്ള ശ്രമത്തിലാണ് രക്ഷാപ്രവർത്തകർ. നിരവധി മണ്ണുമാന്തി യന്ത്രങ്ങളും ട്രാക്ടറുകളും മറ്റുപകരണങ്ങളും ഉപയോഗിച്ച് കുട്ടിയെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. മഹാകുംഭമേളയ്ക്ക് മുന്നോടിയായി പരിസ്ഥിതി സൗഹൃദ പൂജാ മാറ്റുകളുടെ നിർമ്മാണത്തിൽ ശ്രദ്ധേയമായി അയോധ്യയിലെ സ്ത്രീകൾ. 90-ലധികം സ്ത്രീകൾ വാഴത്തണ്ടിൽ നിന്നാണ് മാറ്റുകൾ നിർമ്മിക്കുന്നത്. രാസവസ്തുക്കൾ ഉപയോഗിക്കാതെയാണ് പേഴ്സുകൾ, യോഗ മാറ്റുകൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം. പൂക്കൾ ഉപയോഗിച്ചുള്ള പ്രകൃതിദത്തമായ നിറങ്ങളാണ് നൽകിയിരിക്കുന്നത്.